ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഭക്ഷണ പെരുമയുടെ കാര്യം പറയുകയാണെങ്കിൽ സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ഭക്ഷണ സംസ്കാരം അല്ലെങ്കിൽ രുചിഭേദങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും ഓരോ തരം ഭക്ഷണ രീതിയാണ്. ഭക്ഷണത്തിൻ്റെ രുചിയുടെ കാര്യത്തിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരേ കാര്യം തന്നെ പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു അവിയൽ ഉണ്ടാക്കുകയാണെങ്കിലും അവിയൽ ഇപ്പോൾ തിരുവനന്തപുരംകാരുണ്ടാക്കുന്ന സ്റ്റൈലായിരിക്കില്ല ഇപ്പോൾ പാലക്കാട് ഒരു അവിയൽ ഉണ്ടാക്കിയാൽ വളരെ വ്യത്യസ്തമായിരിക്കും. സാമ്പാറിൻ്റെ കാര്യത്തിലും ഉണ്ട് അത്രയും വ്യത്യാസം. ഓരോ അച്ചാറിൻ്റെ കാര്യത്തിലും ഉണ്ട് വ്യത്യാസം. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ഈ ഒരു തെക്ക് വടക്ക് അങ്ങനെ കിഴക്ക് എല്ലാ ഭാഗവും വ്യത്യസ്തമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് പോയാൽ ചിക്കൻ ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും. അതേസമയം മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് ചെന്നാൽ അത് മറ്റൊരു രീതിയിലുള്ള നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളായിരിക്കും. ബീഫ് വളർത്തിയതും പിന്നെ അങ്ങനെയൊക്കെ. ഇപ്പോൾ കോട്ടയത്ത് ചെന്നാൽ മീൻ കറി എന്ന് പറഞ്ഞാൽ കുടംപുളി ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിൻ്റെ കാര്യം. ഇനി സംസ്ഥാനം വിട്ടാലോ അത് അതിലും വലിയ വ്യത്യാസമാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ വ്യത്യസ്തമായ വിഭവങ്ങൾ. പക്ഷേ കോമൺ ആയിട്ട് ഒരു കാര്യം ഉണ്ടാവും. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ എല്ലായിടത്തും ഒരേ ചിക്കൻ തന്നെയല്ലേ, ചിക്കന് മാറ്റമൊന്നുമില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന ചിക്കൻ തന്നെയാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ വേവിക്കാതെ നമ്മൾ കോഴി എന്ന് പറഞ്ഞാൽ കോഴി എല്ലാ സ്ഥലത്തെ കോഴി ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ചെന്നൊരു കോഴിക്കറി കഴിച്ചാലും കോഴി സെയിം ആയിരിക്കും. പക്ഷേ ഉണ്ടാക്കുന്ന രീതി, ചേർക്കുന്ന കാര്യങ്ങളുടെ വ്യത്യാസം, ഒരു പക്ഷേ ചേരുവകളെല്ലാം ഏതാണ്ട് സിമിലർ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറയും പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗരം മസാല, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ തന്നെയല്ലേ എല്ലാത്തിലും ചേർക്കുന്നത്. എന്താ വ്യത്യാസം? പിന്നെ ചിലപ്പോൾ നട്ട്സ് കൂടുതൽ ചേർക്കുന്ന വിഭവങ്ങളുണ്ടാകാം. അതായത് കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്, ബദാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരച്ച് ചേർക്കുന്ന കറികൾ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുന്നു. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്ന കറി, തേങ്ങാപ്പാൽ ചേർക്കാത്ത കറി, തേങ്ങ വറുത്തരച്ച് ചേർക്കുന്ന കറി, ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പോൾ വ്യത്യസ്തമായ രുചിയിൽ പല സ്ഥലങ്ങളിലും കോഴിക്കറി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇറച്ചി, കോഴിയെന്ന് മാത്രമല്ല പലതരം നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ. അങ്ങനെ നമ്മളൊരു വ്യത്യാസം പരിശോധിച്ച് പോവുകയാണെങ്കിൽ എല്ലാം രുചികരം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസ്ഥാനം വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു വ്യത്യസ്തമായ, അതായത് നാടൻ, കേരളത്തിൻ്റെ തനതായ ഒരു നാടൻ രുചിയിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു ചിക്കൻ്റെ കറി. ഇത് കറിയല്ല, ഇതൊരു കുറുമയാണ്. ഇത് ഹൈദരാബാദിൻ്റെ സ്റ്റൈലിലുള്ളൊരു കുറുമ. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ കുറുമ, ഇതൊരു വൈറ്റ് കുറുമയാണ്. സാധാരണ കുറുമ ഒരു മഞ്ഞ നിറത്തിലാണ് ജനറലി കുറുമ ഉണ്ടാകുന്നത്. പക്ഷേ വൈറ്റ് കളറിലെ കുറുമയുണ്ട്, വൈറ്റ് കുറുമാസും ഉണ്ട്. ഇത് നമ്മളൊരു ഹൈദരാബാദി ചിക്കൻ വൈറ്റ് കുറുമയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് രുചികരമായൊരു വെള്ളക്കുറുമ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 30 കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി 12 വലിയ അല്ലി, പച്ചമുളക് 12 വലുത്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 1/4 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്ക് ഹൈദരാബാദി ചിക്കൻ കുറുമ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു കോഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 കിലോയുടെ കോഴി. അതിൻ്റെ തൊലിയെല്ലാം മാറ്റി വരുമ്പോൾ ഒരു 1,200 1,250 വെയിറ്റ് ഉണ്ടാകും. അതൊരു 30 പീസാകാം അല്ലെങ്കിൽ 25 പീസായിട്ടോ ഒക്കെ കട്ട് ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ആദ്യം നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വയ്ക്കാൻ പോകണം. ഒരു പാത്രത്തിലേക്ക്, ചുവട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തത്. ചിക്കൻ കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നന്നായിട്ട് കഴുകിയെടുക്കണം. കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ കുറച്ച് ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കണം. ഇനി ഈ ചിക്കനിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം, ഇച്ചിരി വെള്ളം, ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിക്കാം. ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ നോക്കിയിട്ട്. അധികം വെള്ളമില്ലാത്ത കോഴിയാണെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഉപ്പ്, പീസസിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, കാര്യം ഇതൊരു വെള്ളക്കുറുമയാണ്. ഇതിലിനി വേറെ പ്രത്യേകിച്ച് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, വേറെ ഒന്നുമില്ല, വെള്ളവും ഉപ്പും മാത്രം. അപ്പോൾ ഏകദേശം ഒരു 1/2 മുതൽ 1 കപ്പ് വെള്ളം വരെ ഒഴിക്കാം, കുറച്ച് ഉപ്പും ചേർത്തു. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് കഷ്ണങ്ങളൊന്ന് വേകാനായിട്ട് സമയം കൊടുക്കുക, ഇച്ചിരി നേരം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യം. ഒരു 10 12 പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് എണ്ണം തീരുമാനിക്കുക. ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ, സൈസ് വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 10 മുതൽ 12 പച്ചമുളക് വരെ ഉപയോഗിക്കാം. ഒരു 12 പച്ചമുളക് എടുത്ത് വയ്ക്കുക. അതിനോടൊപ്പം ഒരു 10 12 വലിയ അല്ലി, അതായത് ചൈന വെളുത്തുള്ളിയാണിത്. ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി എന്ന് പറയാം, സാധാരണ കുഞ്ഞ് അല്ലിയാണെങ്കിൽ. അപ്പോൾ ഇതൊരു 10 മുതൽ 12 അല്ലി വരെ ഉണ്ടാകും.
അതും എടുക്കുക. പിന്നെ അതിനോടൊപ്പം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് തരിതരിപ്പായി പൊടിച്ചത്, പിന്നെ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. അണ്ടിപ്പരിപ്പ് കുതിർത്തത് ഒരു 50 ഗ്രാം, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി അരയ്ക്കണം, പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുറുമയുടെ പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് അരച്ചതാണ്. എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്തത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 10-12 പച്ചമുളക്, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. പേസ്റ്റ് രൂപത്തിൽ തരിതരിപ്പെന്ന് പറയാൻ പറ്റില്ല, ശരിക്കും നല്ല പേസ്റ്റ് പോലെ തന്നെ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്താണ്. പിന്നെ ഒരു കളറെന്ന് പറഞ്ഞൊരു വൈറ്റ് കളറാണ്, ഒരു ഇളം പച്ച എന്ന് പറയാം. പച്ചമുളകിൻ്റെ ഒരു ലൈറ്റ് കളറും, ജനറലി സ്പീക്കിംഗ് ഇതൊരു ക്രീമിഷ് കളറാണ്, അല്ലാണ്ട് യെല്ലോ അല്ല. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കുറുമ തയ്യാറാക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാകും. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഈസിയാണ്. ചിക്കൻ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് അത് വേകുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളവും ഉപ്പുമാണ് അതിനകത്തുള്ളത്. അപ്പം നോക്കിയിട്ട് 1/2 മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിക്കുക. ഇനി ഈ പാത്രം അടുപ്പിൽ നിന്ന് മാറ്റാം. ചിക്കനും അതിൻ്റെ സ്റ്റോക്കോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അതാണ് ചിക്കൻ സ്റ്റോക്ക്, അവർ ചിക്കൻ്റെ സത്ത് ഇറങ്ങിയ വെള്ളമാണ്. ഇനി അതേ അടുപ്പിലേക്ക് മറ്റൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം, എന്നിട്ട് ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർക്കാം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട. ഇതിപ്പോൾ നമ്മൾ ഹൈദരാബാദി സ്റ്റൈലാണ് ചെയ്യുന്നത്, കേരള സ്റ്റൈലല്ല. അപ്പോൾ കേരള സ്റ്റൈലിന് എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും സ്വാദ്. പക്ഷേ വെളിച്ചെണ്ണ നിർബന്ധവുമില്ല, വെളിച്ചെണ്ണയാണ് ഏറ്റവും സ്വാദ്. പക്ഷേ നമുക്ക് ഏത് തരം റിഫൈൻഡ് ഓയിലും ചെയ്യാം. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മളുടെ കുറുമ പേസ്റ്റ് ചേർക്കാൻ പോകണം. അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് മനസ്സിലായില്ല അല്ലേ? ഇങ്ങനെ ഒരു പേസ്റ്റ് തയ്യാറാക്കി വെക്കുക, ചിക്കൻ വെറുതെ ഒന്ന് വേവിച്ചെടുക്കുക, കുറച്ച് എണ്ണ ചൂടാക്കുക, ഈ പേസ്റ്റ് അതായത് മസാല പേസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റുക, യോജിപ്പിക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചേരുവ മാത്രം മറക്കരുത്. ഇതൊരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്, 10 മുതൽ 12 വരെ പച്ചമുളക്, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി, പിന്നെന്താ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇതെല്ലാം കൂടിയാണ് അരച്ചെടുത്തത്. പിന്നെ തൈരുണ്ട്, അത് മറക്കരുത്. ഏകദേശം ഒരു 1/2 കപ്പോളം തൈര്, 5 വലിയ സ്പൂൺ തൈര്. ഇതെല്ലാം വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചൂടായി കഴിഞ്ഞു. പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ മാറണം, അതിനാണ് നമ്മൾ ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് വഴറ്റുന്നത്. അതിനുവേണ്ടി മാത്രം അല്പം ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക. അപ്പോൾ ഈ കുറുമയുടെ മസാല ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയിലിങ്ങനെ വഴണ്ട് വരികയാണ്, നല്ലൊരു മണം. ഈ ശരിക്കും പറഞ്ഞാൽ മസാലയുടെ മണമല്ല, ഗരം മസാലയുടെ മണം ഒരിടത്തും ഇല്ല. പക്ഷേ ആ വെളുത്തുള്ളി, പച്ചമുളക്, തൈര് ഇതെല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷൻ, അതിൻ്റെ ഒരു മണം, ഒരു വ്യത്യസ്തമായ ഒരു നല്ലൊരു മണമാണ്. പിന്നെ ഇപ്പോൾ ശരിക്കും ആ എണ്ണയിൽ കിടന്ന് വഴണ്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞു. എണ്ണ തെളിയുന്ന ഒരു പാകമായി കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു രീതി. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മസാല പാകത്തിന് മൂത്തു എന്ന് തന്നെയാണ്. ഇത് കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകം, അതാണ് നമുക്ക് വേണ്ട പാകം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ സ്റ്റോക്കോടുകൂടി, വേവിച്ച വെള്ളത്തോടുകൂടി ഇതിലേക്ക് ചേർക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് 50 ഗ്രാമോളം വെള്ളത്തിൽ കുതിർത്തതാണ് ഈ പേസ്റ്റിൻ്റെ കൂടെ, മസാല പേസ്റ്റിൻ്റെ കൂടെ അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ചാറ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറുകും, അതിനാവശ്യം. അപ്പോൾ ഈ തിക്നെസ്, ഈ ഗ്രേവി എന്ന് പറയുന്നത് നമ്മുടെ ആ ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ച് ലൂസായി കിടന്നാലും ഇതിൻ്റെ കൂടെ ഈ കുറുമ പേസ്റ്റിൻ്റെ കൂടെ കിടന്ന് തിളയ്ക്കുമ്പോൾ അതൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇനി ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട്. അപ്പോൾ ഈ ഗ്രേവി ഇങ്ങനെ, അതായത് മസാല പേസ്റ്റ്, കുറുമ പേസ്റ്റിൽ കിടന്ന് ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് വേകണം, എന്നാലല്ലേ ഉള്ളിലേക്കൊക്കെ ഈ മസാലയുടെ സ്വാദൊക്കെ വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഫുള്ള് വെന്തങ്ങ് പീസസ് ഇങ്ങനെ ഇളകി വരുന്ന രീതിയിൽ നമ്മൾ വേവിക്കാൻ പാടില്ല. ഒരല്പം വേഗ ബാക്കി വെച്ചേക്കണം. ആ വേഗമാണ് ഈ മസാല പേസ്റ്റിൽ കിടന്ന് വേകേണ്ടത്. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം പാകത്തിന് കുറുകിയിട്ടുണ്ട്, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഈ എന്താ പറയുക, കുറുമയുടെ മസാല പേസ്റ്റും ഈ ചിക്കൻ വേവിച്ച വെള്ളവും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് കിടന്ന് തിളയ്ക്കണം. കാരണം
ആ പച്ചമുളക്, അതിൻ്റെ രുചി, ഇങ്ങനത്തെ എരിവ്, ഈ കാര്യങ്ങളെല്ലാം ചിക്കൻ്റെ പീസസിലേക്ക് പിടിക്കണം. കാര്യം ചിക്കൻ്റെ കഷ്ണങ്ങൾ പ്രത്യേകിച്ചല്ലേ നമ്മൾ വേവിച്ച്. അല്ലെങ്കിൽ ഗ്രേവിക്ക് എരിവ് വളരെ കൂടുതലായിട്ട് തോന്നും. പക്ഷേ ആ ചിക്കൻ അതിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് വേകുമ്പോൾ ആ എരിവെല്ലാം കുറച്ചെല്ലാം ചിക്കൻ്റെ കഷ്ണങ്ങൾ പിടിച്ചെടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ അതിൻ്റെ ചാറെല്ലാം കുറുകി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് മാറി. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ അരപ്പിൽ എന്തായാലും ഇത് കുറുകി വരും. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയില ചേർക്കാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു വൈറ്റ് കളറിലെ കുറുമയാണ്. ഒരു ഇളം പച്ച കളർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പച്ചമുളകിൻ്റെ ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ. വേറെ ഒന്നും ചെയ്യാനില്ല, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഗരം മസാലയുടെ ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ നല്ല മണവും രുചിയുമുള്ളൊരു ചിക്കൻ ഹൈദരാബാദി കുറുമ റെഡി. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കുറുമ, വൈറ്റ് കുറുമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദാണ്, അത്യാവശ്യം സ്പൈസിയാണ്, പിന്നെ എരിവൊക്കെ ഉണ്ട്. കാര്യം ഇതിലൊരു 10-12 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട് 1 ടേബിൾ സ്പൂണോളം. അപ്പോൾ എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിൻ്റെ അളവ് കുറയ്ക്കും. ഒരു 8 പച്ചമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അങ്ങനെ ആക്കി മാറ്റുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും നല്ല ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, പിന്നെന്താ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കുറുമ. തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇനി അടുത്തതായി മാജിക് ആവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു ഐസ്ക്രീമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഐസ്ക്രീംസ്, പുഡിങ്സ് ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല പുഡിങ്സും ഐസ്ക്രീംസും ഇഷ്ടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐസ്ക്രീം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ് എന്നൊരു ധാരണയുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അങ്ങനൊരു സംശയവുമുണ്ട്. 2 രീതിയിലും ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിലും ഐസ്ക്രീംസ് ചെയ്യാം. പക്ഷേ കടയിൽ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐസ്ക്രീംസും ഉണ്ട്. അതിൽ നമുക്ക് GMS, CMC ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലിക്വിഡ് ഗ്ലൂക്കോസ് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള ഐസ്ക്രീംസും തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഐസ്ക്രീമാണ്, പക്ഷേ ഒരു ഫ്ലേവറുള്ളൊരു ഐസ്ക്രീം. അപ്പോൾ ഫ്ലേവറുള്ള ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ അല്ല, പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ സത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ചിട്ട്, ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഐസ്ക്രീം. അപ്പോൾ ഒരു മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് നമ്മളിവിടെ ചെയ്തത്. മാംഗോ ഫ്ലേവേർഡ് എന്ന് പറയുമ്പോൾ പഴുത്ത മാങ്ങയുടെ സത്തെടുത്തിട്ട് നല്ല കുറുകിയ ചാറ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നാച്ചുറൽ കളർ തന്നെ ആകാം, അല്ലെങ്കിൽ ചിലപ്പം ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു മാംഗോ ഫ്ലേവേർഡ് മാംഗോ സിമ്പിൾ ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. തണുത്ത പാല് 1/4 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന്, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, പഴുത്ത മാങ്ങയുടെ കുറുകിയ ചാറ് 1 കപ്പ്, ഓറഞ്ച് ഫുഡ് കളർ ആവശ്യത്തിന്, വിപ്ഡ് ക്രീം 1 കപ്പ്. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം സിമ്പിൾ ഐസ്ക്രീമാണിത്. ഇതൊരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല, എളുപ്പത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന കാര്യം. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പശുവിൻ പാൽ, കാച്ചിയതാണെങ്കിൽ കാച്ചി തണുപ്പിച്ചത്, അല്ലെങ്കിൽ കാച്ചാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും തണുത്ത പശുവിൻ പാൽ 1/4 കപ്പ് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിനോടൊപ്പം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ ക്രീമാണ്. അപ്പോൾ ഈ ഫ്രഷ് ക്രീം പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പാല് കാച്ചി ഫ്രിഡ്ജിൽ വയ്ക്കുക. കാച്ചാതെ വേണമെങ്കിലും പാക്കറ്റ് പൊട്ടിച്ച് പാലൊരു പാത്രത്തിലാക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലൊരു ലെയറായിട്ട് ക്രീം ഫോം ചെയ്യും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ക്രീം പോലെ വരും. അതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ ഫ്രഷ് ക്രീമാണ്. അതിങ്ങനെ ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ കുറച്ചാകുമ്പോൾ ഫ്രഷ് ക്രീം കിട്ടും. അല്ലെങ്കിൽ നല്ല ബ്രാൻഡിലെ ഫ്രഷ് ക്രീം വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റ്സ്. അത് 1 കപ്പ്. അപ്പോൾ നല്ല കുറുകിയ ക്രീം, ഫ്രഷ് ക്രീം ചെറുതായിട്ടൊന്ന് അടച്ച് ചേർക്കാം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തന്നെ ക്രീമിൻ്റെയും പാലിൻ്റെയും എല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറുകിയ ക്രീം
ഫ്രഷ് ക്രീമും ചേർത്തു. അപ്പോൾ 3/4 കപ്പ് തണുത്ത പശുവിൻ പാൽ, അതിലേക്ക് ഫ്രഷ് ക്രീം 1 കപ്പ് ചേർത്തു. ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന്, കണ്ടൻസ് മിൽക്ക് 1/2 ടിന്നാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. 1/2 ടിൻ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കുറുകിയ തിക്കായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത ഒരു മിശ്രിതമായി മാറിക്കഴിഞ്ഞു നമ്മളുടെ ഐസ്ക്രീം മിക്സ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചേർക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? ഇനിയുള്ളത് ഇതൊരു മാംഗോ ഐസ്ക്രീം അല്ലേ, അപ്പോൾ മാംഗോയുടെ ഫ്ലേവർ വേണ്ടേ? അപ്പോൾ പഴുത്ത മാങ്ങയുടെ സത്താണിത്, അതായത് അതിൻ്റെ ചാറ്, കുറുകിയ ചാറ്, മാംഗോ പൾപ്പ്. ഇത് മാമ്പഴം വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. അതല്ലാണ്ട് ഈ രീതിയിൽ വാങ്ങാനും കിട്ടും ടിന്നിൽ. മാംഗോ പൾപ്പ്, ഇത് മാംഗോ ജ്യൂസായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, മാംഗോ പൾപ്പാണിത്. കുടിക്കാൻ വാങ്ങുന്ന ജ്യൂസ് വേറെ, ഇത് അല്ലാണ്ട് അതിൻ്റെ കുറുകിയ സത്ത്. ഇത് മാങ്ങ നമ്മൾ വാങ്ങി മിക്സിയിൽ പഴുത്ത മാങ്ങ അരിച്ചെടുത്താൽ മതി. ഇത് 1 കപ്പ് നമ്മൾ ചേർക്കണം, മാങ്ങയുടെ കുറുകിയ ചാറ്. അപ്പോൾ മാമ്പഴത്തിന് എത്ര മധുരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പുളി ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് ക്രമീകരിക്കാനായിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു മധുരം ഉണ്ട്, എന്നാൽ പോലും നമ്മളൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാൻ പോവാണ്. കാര്യം ഇത് ശരിക്കും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മധുരം കുറഞ്ഞേ വരുള്ളൂ. അപ്പം നമ്മളിപ്പോൾ വെറുതെ വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ല മധുരം തോന്നും, പക്ഷേ അത് തണുക്കുമ്പോൾ അതിൻ്റെ ഷുഗർ എത്ര ഉണ്ടെങ്കിൽ പോലും മധുരം കുറച്ചുകൂടി ഒരു കുറവ് ആയിട്ട് തോന്നും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് അതും കൂടി ചേർക്കാം. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഇതിനൊരു നാച്ചുറലായിട്ടുള്ളൊരു കളറുണ്ട്, ഒരു ഓറഞ്ച് കളർ, ഒരു ലൈറ്റ് എന്താ പറയുക, അൽഫോൺസ മാങ്ങയുടെയൊക്കെ ഒരു കളറാണ്, ഒരു ഇളം കളർ. പക്ഷേ ഇനി വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ ആകും അതിൻ്റെ കളർ. ഇച്ചിരൂടെ കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ, ഓറഞ്ച് കളർ ഒരല്പം വേണമെങ്കിൽ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞല്ലോ. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു ഐസ്ക്രീമിൻ്റെ കൂട്ട്. ഇനി ഐസ്ക്രീമിൻ്റെ ഈ ഒരു കൂട്ട്, അതായത് ഈ ഒരു മിശ്രിതം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവാണ്. അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏതാണ്ടൊരു 3/4 ഭാഗം വരെ സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യുക. കുറച്ചൊന്ന് തണുത്ത് അത് ഉറയ്ക്കാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ വീണ്ടും പുറത്തേക്ക് എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് വിപ്പിംഗ് ക്രീം, ഇതിപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രോസൺ ഫോമിലുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് നമുക്ക് വിപ്ഡ് ക്രീം 1 കപ്പ്. വിപ്പിംഗ് ക്രീം എന്ന് പറയുന്ന 2 ഫോമിൽ കിട്ടും, പൗഡർ ഫോമിലും ഇതുപോലെ ഫ്രോസൺ ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ ഫ്രോസനാണ് ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും ഫ്രോസൺ ആണെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് നല്ല എന്താ പറയുക സോപ്പ് പത പോലെയാണ്. ആ ഒരു രീതിയിലാക്കി വിപ്ഡ് ക്രീം 1 കപ്പോളം എടുത്തിട്ട് അത് രണ്ടും കൂടി യോജിപ്പിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റാം, അല്പം ഒന്ന് തണുത്ത് സെറ്റാകട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിശ്രിതം ഇപ്പോൾ ഫ്രോസൺ ഫോമിലേക്ക് ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇത് ഫ്രിഡ്ജിൽ നിന്നും മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറ്റണം. നമ്മളിങ്ങനെ അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു വിധം അതിനെ അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറായി. ശരിക്കും പറഞ്ഞാൽ ഈ ലിക്വിഡ് ഗ്ലൂക്കോസ് ഒന്നും ചേർത്തിട്ടില്ല, CMC GMS ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാകും. ചെറുതായിട്ട് എന്താ പറയുക ഐസിൻ്റെ കഷ്ണങ്ങൾ പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ക്രിസ്റ്റലൈസ് ഫോമിൽ അതെന്തായാലും ഉണ്ടാവും. അത് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് ആ ഒരു സ്റ്റേജിൽ നിന്നും മാറ്റി. ഇപ്പോൾ അത് ക്രീമിയായി. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ പോകണം. അതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് നന്നായിട്ട്, അതായത് ഐസ്ക്രീം മിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതൊന്നുകൂടി ഞാൻ പറയാം. അതായത് മാമ്പഴത്തിൻ്റെ ചാറ് ഏതാണ്ട് 1 കപ്പ് നല്ല കുറുകിയ ചാറ്, പിന്നെ ഒരു 3/4 കപ്പ് തണുത്ത പാല്, പിന്നെ 1/2 ടിൻ മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ നമ്മൾ ചേർത്ത് ഫ്രഷ് ക്രീം 1 കപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരല്പം ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഫ്രീസറിൽ വെച്ച്
ഒന്ന് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും എടുത്ത് നന്നായിട്ട് പതപ്പിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്, ഒരു ക്രീമി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വിപ്ഡ് ക്രീം വിപ്പ് ചെയ്തെടുക്കേണ്ടത് 1 കപ്പാണ്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ഫ്രോസൺ വിപ്ഡ് ക്രീം മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് വിപ്ഡ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു കപ്പോളം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 2 കപ്പിൽ കൂടുതൽ ഉണ്ടാകും. നമ്മളത് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് വിപ്ഡ് ക്രീമും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ നോക്കൂ, ശരിക്കും നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുക, പതഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം ബൗളിൽ വെച്ചിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം മാത്രം മതി. ഇതാണ് നമ്മളുടെ മാംഗോ ഐസ്ക്രീമിൻ്റെ സീക്രട്ട്. ഇനി ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഫ്രോസൺ ആയി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ഇനി നമ്മളൊന്ന് വിളമ്പാം. ബൗളിലേക്ക് അങ്ങനെ സ്വാദിഷ്ടമായ സിമ്പിൾ മാംഗോ ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം, ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ കുറുമയാണ്. പിന്നെ രണ്ടാമത് കാണിച്ചതും വ്യത്യസ്തമായ ഒരു ഐസ്ക്രീം, വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം. 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.